രാവിലെ തന്നെ നല്ല മഴയാണ്. മഴയിൽ തുടങ്ങുന്ന ദിവസം. ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പറയുക, ഞാൻ വിഷ്ണുരാജ്, ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പം ഇന്നത്തെ ദിവസം നമുക്കവിടെ തുടങ്ങിയാലോ. ഞാൻ മഴയായിട്ട് രാവിലെ തന്നെ മഴയായതുകൊണ്ട് ഒരു മഴക്കളിയാണ് നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത്. മഴക്കളി പൊളിക്കും. മഴക്കളിയാകുമ്പോൾ ചെളിയാവും, കട്ടൻ ഇടണം. മഴ പെയ്താൽ കുളിരാണ് എന്ന് പറഞ്ഞതുപോലെ പണിയാണ്. 7:50 കുറച്ച് നേരത്തെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ നേരത്തെ എഡിറ്റിങ് കഴിഞ്ഞ് കിടന്നതുകൊണ്ട് അതിനനുസരിച്ച് നേരത്തെ എണീക്കാൻ വേണ്ടി പറ്റി. നേരം വൈകി എഡിറ്റിങ് കഴിഞ്ഞ് ഉറങ്ങുമ്പോഴാണ് നമുക്ക് അനുസരിച്ച് നേരം വൈകി പോകുന്നത്. എൻ്റെ ഈ ഒരു ഓട്ടോ സ്റ്റാൻഡും ഞാൻ ഓടുന്നതും അതുപോലെ തന്നെ ഞാൻ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ എല്ലാ ചെറിയ ചെറിയ വീഡിയോകളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നവർ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയും ഒരു ബ്ലോഗർ ഉണ്ടടാ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലോഗറുണ്ട് സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കാനും മറക്കരുത്. ആര്യ എണീറ്റില്ല, ആര്യ കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവും. ഏതായാലും ഇവിടെ ചായ ഒക്കെ എടുത്ത് വെച്ചു ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചായ ഇന്ന് ഭയങ്കര സെറ്റപ്പാണല്ലോ. നമ്മളത് മുട്ട റോസ്റ്റും ചപ്പാത്തിയും രാവിലെ തന്നെ പ്രോട്ടീന കൊള്ളാം. വലയൊക്കെ ഒന്ന് വരണം. ഇന്നലെ ആ കാക്കിയാണ് ഷെയ്പ്പാക്കണം കരുതിയിട്ടാണ് വണ്ടിയിൽ കൊണ്ടുവരുന്നത്. ഷെയ്പ്പാക്കിയില്ല. അതുകൊണ്ട് ഇന്നലത്തെ കാക്കി തന്നെയാണ് ഇന്നിട്ടിട്ടുള്ളത്. അത് തർക്കമൊന്നുമില്ല. വീഡിയോ ഡേ ഒരു ഉമ്മ ചായ കുടിച്ചാണ്. വീഡിയോ അല്ല വന്നിട്ടില്ലേ. ഇത് ചായ കുടിച്ചോട്ടോ. അച്ഛൻ പോട്ടോ. സ്കൂൾക്ക് പോയിക്കോട്ടോ. ടാറ്റാ. കളി കഴിഞ്ഞിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നീൻ്റെ അടുത്ത് പോയി കളിച്ചിട്ട് കുളിച്ചിട്ട് സ്കൂൾക്ക് പോകും അല്ലേ? ഞാൻ പോവാട്ടോ. ഞാൻ പോവാ. ഓൾ ടൂൾസ് റെഡി ഇല്ല. നമുക്ക് പേഴ്സില്ല അവിടെ. വീകണ്ടാന്നോ? എവിടെ? ഇവിടെ ആടി അന്ന് മാറ്റിൽ ചവിട്ടിയപ്പോൾ അതാണ് നമ്മളെ പറയുന്നത്. വിലയൊക്കെ ഒരുങ്ങണം കേട്ടോ. മഴ പോയി. ഊട്ടി മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാറിയോണ്ട് നിൽക്കുന്നൊരു ചെറിയൊരു മഴ. ഓക്കെ, പോവാ. കാറ്റൊന്നും കാണില്ല ഇതില്ല. എന്നാലും വേഗം പോവാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈം വരെയൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങാടി നമ്മൾ ഇന്നലെ 1200 ചില്ല രൂപയ്ക്ക്, അതായത് നമ്മുടെ ടാർഗറ്റ് 1300 വെച്ചിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്നും തന്നെ ടാർഗറ്റ് ചെയ്യാൻ 1300 വെച്ചിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ ഇറങ്ങുന്നത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് പോവാറ്. ഇന്ന് നമ്മൾ റൈറ്റ് സൈഡാണ് പോകുന്നത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് അന്ന് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൽ പോവാം. നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡ് കുറച്ചുകൂടി ദൂരം കിട്ടും. നമുക്ക് ദൂരം കൂടുതലാണ്. ശരിക്കും ഇതിലെ സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴേക്ക് 2-3-2.5 കിലോമീറ്റർ വരും. അതിലെ ലെഫ്റ്റ് സൈഡ് എടുത്ത് പോവുകയാണെങ്കിൽ 1 കിലോമീറ്റർ വരുള്ളൂ. ഏതായാലും ഇന്നലത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയി. 60 രൂപയുടെ കമ്മിയിൽ നമ്മൾ ഇന്നലെ തോറ്റുപോയി. 10 മണി വരെ ഓടിയെങ്കിൽ പോലും നമ്മൾക്കത് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 1300 ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ഇന്നത്തെ ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കാനുള്ള പരിപാടിയാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് എന്തായാലും ഞാൻ അടിക്കും തന്നെയാണോ ഞാൻ കരുതുന്നത്. ഇന്നൊരു 1300 രൂപയ്ക്ക് അടിച്ച് വീഡിയോൻ്റെ എൻഡിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടി ഞാൻ അഹോരാത്രം
പ്രയത്നിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവിധ അടവുകളും ഇന്ന് ഉപയോഗിക്കും. ഫോൺ ട്രിപ്പ് ഒരു 300 രൂപയുടെ ഫോൺ ട്രിപ്പ് വന്നാൽ തന്നെ പരിപാടി ഇറങ്ങും. അപ്പൊ ഈ 300 രൂപയുടെ ഫോൺ ട്രിപ്പ് ഒന്നും ആയില്ല. ഇപ്പൊ ഡെയിലി ഒരു 3 കോളേ വരുന്നുള്ളൂ. ആ 3 കോളുള്ളത് നമ്മൾ ഇനി 5 കോളാക്കണം. 5 കോളുള്ളത് അത് പിന്നെ ഒരു 8 കോളാക്കണം. അങ്ങനെ കൂട്ടി കൊണ്ടുവരണം. പക്ഷെ കൂട്ടാൻ എനിക്കൊരു പേടി. ഫോൺ ട്രിപ്പ് പേടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് പിന്നെ എന്നെ കിട്ടൂല. ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ കിട്ടൂലല്ലോ ആളുകൾക്ക്. ഈ ഏട്ടൻ പോരുണ്ടോ മടക്കം കൈനീട്ടം 10 കിട്ടും കേട്ടോ. അങ്ങാടിക്ക് എത്തിക്കണ വൈപ്പർ ഇടാനുള്ള ഒരു മഴ ഇല്ലാത്തത് കൊണ്ട് വൈപ്പർ ഇടുന്നില്ല. അതവിടെ ഒരു പാടായി കിടന്നു. വണ്ടി കുറവാട്ടോ. 1 2 3 4 5 6 7 വണ്ടി വിത്ത് കോളീസ്. 7 വണ്ടി വിത്ത് കോളീസ സ്റ്റാൻഡില്. നമുക്കൊരു 250ന്റെ ആവശ്യമുണ്ട്. നമ്മുടെ മുന്നിൽ MK നാസറാക്കാനോടൊന്ന് മുട്ടി നോക്കാം കിട്ടുമോ എന്ന് പറയാറ്. നാസറാക്ക 250 ഉണ്ടോ? അതെന്തോ ഇന്നലത്തേന്നാണ്. അപ്പൊ ഇന്നത്തേലില്ല. ഇന്നത്തെ 6 മണിക്ക് എത്തിയില്ലേ? ഞാൻ മതിച്ചു. അത് ഞാൻ പുറത്തേക്ക് വരൂല. ഈ 100 രൂപ ഇനി കാണൂലല്ലോ. ഏതായാലും ഇതിപ്പോ ഈ നേരത്തെ വന്നാൽ മതി. ഈ നേരെ കറക്റ്റ് നേരം. അത് വണ്ടി കുറവാ. ഇനി വണ്ടിയിലിരിക്കുക കുറച്ച് നേരം. നമുക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടങ്ങനെ എല്ലാ ട്രിപ്പ് ഉണ്ടെങ്കിൽ അതും പോവാം. 250 ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ 10 തൊട്ട് നമ്മുടെ കയ്യിലുള്ള 10 തൊട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകും. 50, അതായത് ഇപ്പോൾ 2 ആളെ മടക്കം കയറി അതിൽ ഒരാൾ നമുക്ക് 100 രൂപ തന്നെ 10 രൂപയുള്ളൂ നമുക്ക് വേണ്ടത്. ഇപ്പോൾ 100 രൂപ തന്നാൽ 90 രൂപ കൊടുക്കല്ലേ. അപ്പോൾ നമ്മുടെ 50 നോട്ടില്ലെങ്കിൽ 90 രൂപ നമ്മൾ 20ഉം 10ഉം കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചില്ലറ നമ്മൾ നഷ്ടപ്പെട്ടു. ഇതുണ്ടെങ്കിൽ ഒരു 50, പിന്നെ അതിലേക്ക് 220 അല്ലെങ്കിൽ 410 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സുഖമാണ്. 8:15 നമ്മൾ ലൈനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു 5-6 വണ്ടികൾ മാത്രം. ഇപ്പോൾ ലൈന് ഫുള്ളായിട്ട് ഏതാണ്ട് 11 വണ്ടികളോളം ഉണ്ട്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പോൾ പെയ്യുന്നില്ല, പെയ്തു പോയി. ഇനി പെയ്യാൻ സാധ്യതയുണ്ട്. മുടിക്കെട്ടി നിൽക്കുവാണ്. ഇപ്പോൾ സമയം 8:45 നേരമായി. 8:45 നേരം കൊള്ളാരെ. ഫസ്റ്റ് ഗ്യാപ്പിലാണ് 9:10 9:07 9:07 നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരിക്കുന്നത്. ആളില്ല നമ്മെ തിരുവൂർപ്പ്യ മടക്കാൻ കിട്ടി. ആ ഒരു കൈനീട്ടത്തുമ്പോഴാണ് നമ്മൾ ഇരിക്കുന്നത്. സ്റ്റാൻഡിൽ ഒരു കൈനീട്ടം കിട്ടും. കൈനീട്ടം തന്നെ ഒരു 100ന്റെ മേലേക്കാണ് കണ്ടത്. ചെങ്ങന്മാരെ ഒരു ലോക്കല് കിട്ടും. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പഴയ വാണിയമ്പലം എന്നാണ് പറയാം. പഴയ വാണിയമ്പലം, അത് വാണിയമ്പലം എന്ന് പറയുന്ന പ്രധാന ടൗൺ ഉണ്ട്. അതല്ലാതെ ഉള്ളൊരു ടൗൺ ആണത് പഴയ വാണിയമ്പലം. ഈ പഴയ വാണിയമ്പലം എന്നതിന് പേര് വരാൻ കാരണം ഞാൻ കുറെ പേരോട് എൻ്റെ ഒരു സംശയം ചോദിച്ചിരുന്നു ഞാൻ. അതായത് എന്തുകൊണ്ട് പഴയ വാണിയമ്പലം? പഴയ വാണിയമ്പലം എന്ന് പറയാ പഴയ വാണിയമ്പലം അതെങ്ങനെ അവിടെ അതായത് ഇതായിരുന്നു വാണിയമ്പലം എന്നൊക്കെ. അപ്പൊ അവര് പറയും മുമ്പ്, അതായത് വണ്ടികളുടെ റോഡ് കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ടൈമില്, അതിന്റെ മുമ്പായിട്ട് തന്നെ ഈ എന്താ പറയാ കന്നുകാലികളൊക്കെ നടത്തി കൊണ്ടുപോകുന്ന സമയത്ത് ചന്തകളൊക്കെ ഉണ്ടായിരുന്ന, നമ്മുടെ നാട്ടിൽ തന്നെ ചന്തകളായിട്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തൊക്കെ ഈ പറയുന്ന പഴയ വാണിയമ്പലത്തായിരുന്നു വാണിയമ്പലം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഓലമേഞ്ഞ കടകള് വീടുകള് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ദിവസം പെട്ടെന്ന് അത് തീ പിടിച്ച് നശിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് ഈ ഒരു അറിവ് കിട്ടുന്നത് ഗൂഗിളിൽ നിന്നോ അല്ലാതെ എന്താ പറയാ മറ്റു ബുക്കുകളിൽ നിന്നൊന്നും അല്ല. പഴയ ആളുകൾ പറയുന്നത് കേട്ടതാണ്. ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ 50 രൂപ പോയിന്റാണ്. 2.5 കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്ക് വരുന്നത്. 2.5 കിലോമീറ്റർ ഞങ്ങൾ വാങ്ങുന്നത് 50 രൂപയാണ്. അങ്ങനെ 50 രൂപ നമ്മൾ കഴിഞ്ഞിട്ട് കിട്ടി. ഇപ്പൊ സമയം 9 എത്ര ആയി? 2 ചെറുക്കന്മാരുണ്ടോ? ചെക്കന്മാര് കയറിയിട്ട് നമുക്ക് മടക്കം 20 തന്നു കേട്ടോ. മടക്കം 20. അങ്ങനെയാണെങ്കിൽ നമ്മൾ 90 രൂപയ്ക്ക് ഓടി. അപ്പൊ ഇപ്പൊ ഈ പോകുന്ന പ്രധാന റോഡ് ഇതുവഴി ഉണ്ടാവുന്ന സമയത്ത് വാണിയമ്പലം ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് നിന്ന്
വാണിയമ്പലം ഷിഫ്റ്റ് ആയി. ഇപ്പൊ നിലവിലെ വാണിയമ്പലം ടൗൺ ആയിട്ട് മാറി. അതായത് കച്ചവടം കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുള്ള വാണിയമ്പലത്തേക്ക് മാറി. പഴയ വാണിയമ്പലം പഴയ തന്നെ, ആ വാണിയമ്പലത്തിന് പഴയ വാണിയമ്പലം എന്ന പേരോടാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെയൊക്കെയാണ് വാണിയമ്പലത്തിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. ഒരു കേട്ടുകഥയാണ്. എന്താണ് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളത് അറിയില്ല കേട്ടോ. തേങ്ങമാരെ ലൈനിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ സമയം 10:07 ഇപ്പൊ നാട്ടില് ചാത്രാൻകോയിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് എന്റെ നാടിന്റെ അപ്പുറത്തെ നാടന്നെ, അക്കരെ ഇക്കരെ എന്നൊക്കെ പറയില്ല നമ്മള് എന്നതുപോലെ. ഇപ്പൊ ഒരു പുഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അക്കരെ ഇക്കരന്റെ ആവശ്യമൊന്നുമില്ല, പാടമാണ്. അപ്പൊ ഇവിടെ നിന്ന് മേലിൽ തന്നെ ഒരു ഫോൺ ട്രിപ്പ് വന്നിട്ടുണ്ട് നമുക്ക്. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഫോൺ ട്രിപ്പാണ്. ഒന്ന് എന്നുള്ള എണ്ണം വെക്കാം നമുക്ക്. നാട്ടിലെ നമ്മളുടെ ആളുകൾ തന്നെ കേട്ടോ. അവര് അവിടെ നിന്ന് ഇങ്ങോട്ട് 30 രൂപ എനിക്ക്. അപ്പോൾ എന്താ പറയാ, നമ്മളാ പോയിരുന്ന ട്രിപ്പ് 50 30 ആയില്ലേ. ഇങ്ങനെയൊക്കെ ട്രിപ്പ് കിട്ടണ്ടേ. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾക്ക് എന്താ പറയാ അതിന്റെ ഒരു മാറ്റം നമ്മൾക്ക് വരൂ ഓട്ടത്തില്. സമയം 10:10 കഴിഞ്ഞു കേട്ടോ. സ്റ്റാൻഡ് മൊത്തത്തിൽ ആളുകളുടെ ഒരു കുറവുണ്ട്. രാവിലെ തന്നെ മഴ പെയ്തിട്ടാണോ ഡൗട്ടുണ്ട്. രാവിലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആളുകള് മടിക്കും ഇറങ്ങാൻ വേണ്ടി. എന്നിട്ട് വെയിൽ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഓട്ടം. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പത്തിനൊക്കെ വണ്ടി ആളുകൾ ഇറങ്ങും. വണ്ടി തന്നെ അത്യാവശ്യമായി ഒരു 14-ാമത്തെ 15-ാമത്തെ വണ്ടിയാവും. ഓക്കെ, ലൈനിൽ കിടക്കുന്നുണ്ട്. ആവശ്യക്കാർ വിളിച്ചോളിട്ടോ. ആർക്കാണ് അടുത്തതായിട്ട് ഇന്നെ കൊണ്ടാകാൻ ഭാഗ്യമുള്ള നോക്കാം. നമുക്കൊരു ലക്ക് അടിക്കണം കേട്ടോ. നിർബന്ധ ലക്ക് കയറിയിട്ടില്ലെങ്കിലേ കൊട്ടയ്യും. അണ്ടിക്കുക്കുറു അല്ലേ നാട്ടിൽ എന്തതിന് പറയാ? അണ്ടിക്കുക്കുറു. അതായത് അണ്ടി മുളച്ച് വരുന്ന സാധനം അണ്ടിക്കുക്കുറു. ഇത് മൂപ്പര എവിടുന്ന കൊണ്ടുവന്നത്? എവിടുന്നിട്ട് ഇത് തിന്നാൻ പറ്റുമോ? തിന്ന് കാണിച്ചു തരുമോ? അപ്പൊ അത് കഴുകണം. തിന്നാനായിട്ട് എടുത്താളിയോ? അതെ, ഇത് കഴുകണം. ഒന്ന് കഴുകിയിട്ട് തിന്നാൻ വേണ്ടി പറ്റുള്ളൂ. തിന്നാൻ പറ്റുള്ളൂ. അണ്ടിക്കുക്കുറാണ്. ഇത് ഉണ്ണിയേട്ടൻ, ഇത് നിഷാദ്, നേരെ ഫ്രണ്ട്. ഇത് നമ്മളെ ഏട്ടനാണ് ബസ് സ്റ്റാൻഡിലെ. ഓട്ടത്തിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം. എൻ്റെ മുന്നിട്ട് ഒരു വണ്ടി ഫോണിൽ എന്തോ നോക്കിയിരിക്കുന്നു. അടുത്തത് ഫോണിലാണ്. നമ്മുടെ മണിയേട്ടൻ ഫോണിലാണ്. ഇത് സുലൈമാൻ ഫോണിലാണ്. മുന്നത്തെ വണ്ടി നമ്മുടെ വണ്ട ചിലപ്പോൾ ഉറങ്ങിക്കാരം. ഉറങ്ങാണോ? ഉറങ്ങല്ല, ഉറങ്ങാണ് എഴുതിയ. 10:45 കാര്യമായ രീതിയിൽ അനങ്ങണില്ല കേട്ടോ. അനക്കം വളരെ മോശമാണ്. ആളില്ല അങ്ങാടിയിൽ. അതാണ് ഈ ഒരു ഇരുത്തിരിക്കണം എല്ലാവരും ഫോണിലൊക്കെ നോക്കിയിട്ടേ. ഒരുപാട് നേരം സ്റ്റാൻഡിൽ ഇരുന്നു കേട്ടോ. സ്റ്റാൻഡിൽ ഇരുന്നിട്ട് നമുക്കൊരു ലോക്കൽ കിട്ടിയത് നമ്മളുടെ നാട്ടിൽ. എന്താ സൈഡു ഒക്കെ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അപ്പൊ ഒരുപാട് നേരം സ്റ്റാൻഡിൽ തള്ളി പോന്നിട്ട് നമ്മൾക്ക് കിട്ടിയത് എൻ്റെ നാട്ടിലേക്ക് തന്നെയാണ് 30 രൂപ. ഇപ്പോൾ സമയം 11:30 ആയിട്ടടാ. 11:30 സമയമായി. നമ്മൾക്ക് ഒരു ലക്ക് അടിക്കൽ നിർബന്ധമായില്ല. എന്താ അങ്ങോട്ട് വിൽക്കാത്ത ഉച്ച വരെയുള്ള സമയത്ത് വിൽക്കണന്നല്ലപ്പേ. ഉച്ച വരെ ഉള്ള സമയത്ത് നമ്മൾക്കൊരു 100 രൂപന്റെ ട്രിപ്പ് പോലും ലക്കായിട്ട് വിൽക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഓന്റെ മക്കളെ വല്ലാത്തി അരി എന്ന് പറയാൻ കാരണം എന്താ പറയുക, ഞാൻ സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. ഒരു ലോക്കൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ 2 ട്രിപ്പ്. അതായത് ഫോണിലേക്ക് ഞാൻ നേരത്തെ നാട്ടിൽ നിന്ന് കൊണ്ടുവിട്ട ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങാടി തന്നെ ഉണ്ട് അവർക്ക് റിട്ടേൺ വീട്ടിലേക്ക് പോകാനാണ്, ഒന്ന് വരുമെന്ന് ചോദിച്ചു. അതേ സമയത്ത് തന്നെ ഒരാൾ വണ്ടിയിൽ കയറിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവുക ചോദിച്ചു. ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്റർ ആണുള്ളത്. അപ്പൊ ഈ ആളെ കൊണ്ടുവിട്ടു, ഹോസ്പിറ്റലിലേക്കുള്ള ആളെ കൊണ്ടുവിട്ടിട്ട് എന്റെ ഫോൺ ട്രിപ്പുകാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെടുക്കാൻ വേണ്ടി പോവാ. അപ്പൊ എന്റെ ഫോൺ ട്രിപ്പുകാർക്ക് അറിയില്ല ഞാൻ ഈ ട്രിപ്പ് പോയിക്കണെന്ന്. ഒരേ ടൈമില് ഡബിൾ അടിക്കാനുള്ള പരിപാടിയാണ്. 30 60 അടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങാടിയിലെത്തി. ഈ റോട്ടുമല്ല, പാണ്ടിക്കാട് ഭാഗത്തേക്ക് പോകുന്ന റോട്ടിലാണ് അവരുള്ളത്. ബ്ലോക്ക് ഇല്ലാതെ പോകണം, എന്നാലേ ഇപ്പൊ ടൈമിങ് കറക്റ്റ് ആവുള്ളൂ. എന്താ പറയാ, നാട്ടിലേക്കാണല്ലോ ട്രിപ്പ് ചെയ്ത് 8 മിനിറ്റ് കൊണ്ട് നമുക്ക് 60 ഉറുപ്പിക കിട്ടി. ഇവിടെ വല്ല വീട്ടിലേ ഇപ്പൊ 11
50 എന്തെങ്കിലുമൊക്കെ ചില്ലറ എന്തെങ്കിലും കഴിക്കാണ്ടോ എന്ന് കുറച്ച് കഞ്ഞി, വളരെ കുറച്ച് കഞ്ഞി കിട്ടുകയാണെങ്കിൽ അത് കുടിച്ചിട്ട് പോവാം. വെറുതെ അതിന് അങ്ങാടിയിൽ പൈസ കൊടുക്കണ്ടല്ലോ. അല്ല, ഇവിടെ ഞാൻ അങ്ങാടിയിൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ചായ കുടിക്കണം കരുതിയതല്ല, നേരത്തെ പോരാന്ന് കരുതി. ഒരു 12:30 ആകുമ്പോൾ പോരാന്ന് കരുതി. അപ്പം അതിൻ്റെ ആവശ്യമില്ല. എന്താ ഇവിടെ ഉള്ളത് ചോദിക്കാം. മീന് കിട്ടിയണോ? ആ, ഇതെന്താ മുരിങ്ങ? ആ, മുരിങ്ങ വേണ്ട കേട്ടോ തൽക്കാലം. എന്ത് മീനാ? ചെമ്മീനോ? ചെമ്മീനൊക്കെ വാങ്ങാൻ മാത്രം ആയോ? അതിനിപ്പോൾ എന്താ നമ്മളിപ്പോൾ എന്നും ചെമ്മീനാന്ന്. എവിടെ ചെമ്മീൻ? വാ, ചെമ്മീൻ ഉണ്ടല്ലോ. എന്നിട്ട് ഒന്നുമില്ല. അങ്ങനെയാണോ? വാ, എന്നാലും 2 വർഷം കിട്ടില്ല. ആകെ എത്ര ഉള്ളൂ? കിലോന് 400 റുപ്യൊക്കെ ആവുകയെ ആണോ? അല്ല, എന്നായിരുന്നു 4 ചെമ്മീന് കഞ്ഞി തന്നാ പോരല്ലേ? എന്താ അങ്ങനെയൊക്കെ. ചെമ്മീൻ്റെ അങ്ങനെ തന്നെ അല്ലേ ഉണ്ടാവുക. എത്ര ദിവസം പറയാം. അപ്പോൾ ഞാനേ നമ്മുടെ ഗിയർ കേബിൾ പൊട്ടിയേക്കണമെന്നൊന്ന് നോക്കണം. ഒരു കിരികിരി സൗണ്ട് വെക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഞാൻ തന്നെ ഇതിൻ്റെ പണിക്കാരാണ്. അപ്പോൾ അത് നോക്കിയിട്ട് മറ്റെന്താ വെച്ചാൽ ബൈക്കിൽ നിന്ന് പൊട്ടി വെറുതെ ഓരോ ബുദ്ധിമുട്ട് ഒരു പോയിട്ട് ഞങ്ങളതാണ് കേബിളൊന്ന് കയ്യിൽ കരുതാത്ത. എനിക്ക് കേബിൾ ഇടാനും അറിയാത്തതിൻ്റെ കാരണം അതാണ്. നമ്മളൊരു കേബിൾ പൊട്ടുകയാണെങ്കിൽ നമ്മൾ വിളിക്കും, വരും. ഓരോ ചെയ്തത്. പിന്നെ ഇപ്പോൾ എന്തിനപ്പോൾ നമ്മൾ ഈ ഒരു പണി പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ കണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആരുമില്ല, നമ്മൾ കുടുങ്ങിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മളുടെ ഇതാണ് ഗിയർ കേബിളിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കിരീരി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പൊട്ടിക്കാൻ നോക്കട്ടെ. ഇതാണ് ഗിയറിൻ്റെ ഒരു കേബിൾ. ഇവിടെ 2 കേബിൾ ഉണ്ടാവാം. 2 കേബിൾ. എന്താ കേബിളിൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ടു. കേബിള് പൊട്ടാനൊന്നും ആയിട്ടില്ല. പക്ഷേങ്കിൽ എന്താ അറിയില്ല, ഒരു കിരി, അതായത് ഈ പൊട്ടാനാകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. കിരി ഗിയർ മാറ്റുമ്പോഴേ അതുണ്ട്. പക്ഷേ അത് എനിക്ക് ഓയിൽ അവിടെ അതിനൊരു ചെറിയൊരു ഓയിലിൻ്റെ ഒരു മഴ ഉണ്ടാകും അവിടെ. അത് കമ്മി ആയാലും പൊടി കയറിയാലൊക്കെ അങ്ങനെ ഉണ്ടാവാം, സൗണ്ട് വരാം. അതുകൊണ്ടാവട്ടെ പൊട്ടി. അത് ട്രിപ്പ് പോകുമ്പോൾ എവിടെ നിന്നൊക്കെ പൊട്ടിയാലോ പ്രശ്നമില്ല. വണ്ടൂരിന്ന് ഇവിടുന്ന് പൊട്ടിയാൽ വിഷയമല്ല. വേറെ എവിടേക്കെങ്കിലൊക്കെ പോയിട്ട് പൊട്ടുകയാണെങ്കിൽ യാത്രക്കാർക്കും ബുദ്ധിമുട്ടായി, നമ്മൾക്കും ബുദ്ധിമുട്ടായി. എന്താ ചെയ്യാം. വണ്ടി ഫുള്ളാണ്. ഒരു 15ാമത്തെ വണ്ടിയായിട്ട് വരാൻ നിർത്തും. ശരിക്ക് നാട്ടിൽ തന്നെ ട്രിപ്പ് കിട്ടിയത് കൊണ്ട് ചോറുണ്ടൊക്കെ പോന്നാൽ മതിയല്ല. പക്ഷെ ഇപ്പോൾ കഞ്ഞിപ്പാളെ കുടിച്ചിട്ടുള്ളൂ. 1 മണിക്കൂർ മുന്നേ കഞ്ഞി കുടിച്ചു. വീണ്ടും തള്ളി മുന്നിലേക്ക് എത്തിയപ്പോൾ നാട്ടിൽ തന്നെ ലോക്കില്ല. അപ്പോൾ പിന്നെ ഇനി ചോറിൻ്റെ പോവാം. 1:30 നേരമായി. ഇനി ചോറുണ്ടാക്കാം. ഇനി കുടിച്ചപ്പോൾ പോയിട്ടുള്ളേ. എന്താ കാട്ടിച്ചത്? ഒന്നും കാട്ടിയില്ല. എവിടെ? ഇവിടെ ലൈറ്റില്ല. അവിടെ ഇങ്ങനെ ആക്കിയില്ലേ? അവൾ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തരാഞ്ഞത്. തന്നിട്ടൊന്നാലും കാര്യമായ നല്ല ട്രിപ്പൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഉച്ചവരെയുള്ള നമ്മുടെ ഓപ്ഷനാണത്. എന്നാലും തിരക്കിടില്ല കേട്ടോ. എൻ്റെ അഭിപ്രായത്തിലേ ഇന്നലത്തെയും കാട്ടിലും ഇന്നത്തെ ഉച്ചവരെയുള്ള, അതായത് നമ്മൾ രാവിലെ 1 മണിക്കൂർ മുന്നേ ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണവും ചെയ്തിട്ടുണ്ട്. സമയം 1:55 ഞാൻ പോയിട്ടോ. 1:55 പേഴ്സ് എടുത്തിരുന്നു ഞാൻ. പേഴ്സ് വണ്ടിയിൽ തന്നെ ചോന്ന്. ഇപ്പോൾ ഉച്ച റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടേ ചോറിനാ ഇറങ്ങാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില്ലറ ഓട്ടോ ഓടുന്നുണ്ട്. ഒരു 2:03 നമ്മളിവിടെ എത്തിയത്. ഇപ്പോൾ 2:30-2:30 ഫസ്റ്റ് ഗ്യാപ്പിലാണ്. മുന്നിൽ ഇരിക്കുവാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. നമ്മൾ ഇന്നലെ നമ്മൾ പോയൊരു പൂങ്ങോടില്ലേ 150, അത് 3 മണിക്കാണ്. ആ ട്രിപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ലോക്കൽ കിട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകണം. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ലോക്കൽ കിട്ടി പോയാലേ നമ്മൾക്കത് നടക്കുള്ളൂ. നോക്കുക, കിട്ടിയ ഭാഗ്യം. ഇതാണെങ്കിൽ നമുക്ക് ആ 150 റുപ്യൻ്റെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി കഴിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മുന്നേ പിന്നെ പോവാന്ന് പറഞ്ഞാൽ
അതിനായിട്ട് ബാക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ചിലപ്പോ കിട്ടൂല്ലെന്ന് ഉറപ്പില്ലല്ലോ. ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാനല്ലോ പറ്റുമോ. നമ്മളുടെ ആഗ്രഹം പോലെ നമുക്കൊരു ലോക്കല് കിട്ടി തിരിയാണ്. ഇപ്പൊ സമയം ആകാംക്ഷ 2:50 2:47 സമയം എന്ന് പറയുന്നത്. കിട്ടുമോ ഒന്ന് വരുമോ? വന്നാൽ നമുക്ക് തന്നെ കിട്ടുമോ? ബാക്കിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഇനിയും 10 മിനിറ്റോളം ആ ഒരു ട്രിപ്പിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ ചവിട്ടി പിടിച്ചിട്ട് പോയാലോ. ഇവിടെ എവിടെയെങ്കിലൊക്കെ 2 മിനിറ്റ് കൂടി നിന്നിട്ട് അപ്പേക്ക് അവര് നേരത്തെ വന്നാലോ. ഐ തിങ്ക് ഒരു 3 മണിക്കൊക്കെ അല്ലേ എല്ലാ സ്കൂളും വിടുള്ളൂ. LKG UKG ഒക്കെ ആ നേരത്തെ അല്ലേ വിടുള്ളൂ. അയ്യോ അയ്യോ നമ്മക്ക് ആ കുട്ടിയേട്ടൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്തിരി മടക്കം കിട്ടി. ഇന്ന് ചന്തള്ള ദിവസമാണ്. ഇന്ന് ബാക്കിൽ നല്ല ട്രിപ്പ് കളിക്കിട്ടോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ആ ഒരു നിസാര ഗ്യാപ്പിലും ഒരു ട്രിപ്പും കൂടി കിട്ടി എന്നുള്ളതാണ്. വണ്ടികൾ അയ്യോ ബാക്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടാൻ കൂടുതൽ തന്നെയാണ്. പക്ഷേ നടക്കൂലെന്നാണ്. ചെങ്ങായിമാരെ നമ്മളുടെ ശ്രമത്തിന് ഫലം കണ്ടിരിക്കുവാണ്. നമ്മൾക്ക് ആ ഒരു 150 രൂപ ട്രിപ്പ് കിട്ടിയേക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ അത് സ്ഥിരം ഉണ്ടത്. എല്ലാ ദിവസവും അല്ല, അത് നമ്മളെ നൈറ്റിലെ ട്രിപ്പ് പോലെയാണത്. ഇവരും തന്നെ ഈ ബസ്സിന്റെ സമയം നോക്കിയിട്ടാണ്. ഇവർക്ക് സ്കൂള് വിട്ടിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു ബസ്. എൻ്റെ ഒരു അഭിപ്രായത്തിലാട്ടോ, അവര് പറഞ്ഞതല്ല. എനിക്ക് തോന്നുന്നു പൂങ്ങോട്ടിക്ക് അതിന്റെ മുമ്പ് ഒരു ബസ് പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആവാം അവർ ഓട്ടോയ്ക്ക് പോകുന്നത്. ഏതായാലും 150 രൂപന്റെ ആ ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നും. പക്ഷേങ്കിൽ എനിക്ക് നമ്പർ ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. കാരണം ഞാൻ അവരെ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ അവരോട് കസ്റ്റമറോട് ഞാൻ പൊതുവെ വല്ല സംസാരിക്കാറൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കാറുള്ളൂ. ഇവിടെ റോഡ് കുറച്ച് കടകടയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഇന്നാണ് ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുന്നത്. പരിചയപ്പെടുന്ന അന്ന് തന്നെ നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് എന്താ വെച്ചാല് ഒരു കുട്ടി, ഒരു ചെക്കനാണ്, നമ്മുടെ മോളുടെ അത്ര പ്രായമുള്ള ഒരു ചെക്കൻ. പിന്നെ ആ ചെക്കൻ്റെ കുട്ടിയുടെ മോൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നമ്പർ കൊടുക്കുമ്പോൾ അവരെങ്ങനെ തെറ്റിദ്ധരിക്കും എന്നുള്ളതല്ല, എങ്ങനെ വിചാരിക്കും എന്നറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു മയത്തിലൊക്കെ വേണം നമ്പർ കൊടുക്കുക. അപ്പൊ നാളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നാളെ ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നാളെ ക്ലാസ് ഉണ്ട്. ഓട്ടോയ്ക്കാണ് പോവാന്നുള്ളത് കൺഫേം അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. നാളെ നമ്മൾ ഇതേ ടൈം നമ്മൾ നോക്കും, കിട്ടുമോ നോക്കും. കിട്ടുവാണെങ്കിൽ നാളെ നമ്മൾ നമ്പർ കൊടുക്കും. ഞാൻ നമ്പർ തരട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു ട്രിപ്പ് നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. ഡെയിലി ഒരു 150 ഇത്, രാത്രിയിൽ നമുക്ക് 200 കിട്ടുകയാണെങ്കിൽ അത്, അങ്ങനെയാണെങ്കിൽ 350 രൂപന്റെ ട്രിപ്പ് നമുക്ക് എന്തായാലും ഡെയിലി നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അതെന്തായാലും ഉറച്ച ട്രിപ്പ് ഉണ്ട്. ഒരു ഉറച്ച ട്രിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ സുഖമാണ്. ഞാൻ അതിലെങ്ങനെ വണ്ടൂർക്ക് തിരിയട്ടെ, പൂങ്ങോട് ഭാഗത്തേക്കാണ് വന്നത്. ഇപ്പൊ ഞാന് ഇവിടെ ട്രിപ്പ് ഉണ്ട് കേട്ടോ. ഒരു അടക്കുണ്ട്. ഉമ്മ നല്ല മഴക്കോളുണ്ട് കേട്ടോ. സ്കൂളൊക്കെ വിട്ടു, പക്ഷെങ്കിലേ പരിപാടി നടക്കില്ല, മോശമാണ്. ശക്തമായ മഴയാണ്. ശക്തം തമ്പുരാൻ ഇതില്ല അല്ലേ. ഏതായാലും മഴ പെയ്തു, ഇനിയും സാധ്യത കൂടുതലാണ്. അധികം ആരും കുട നിർത്തുന്നുണ്ടാവില്ല. കുറച്ച് ദിവസമായിട്ട് മഴയില്ല, അതുകൊണ്ട് അധികം ആരും കുട എടുത്തിട്ടുണ്ടാവില്ല. വണ്ടികൾ അറിഞ്ചാ പോകാൻ സാധ്യതയുണ്ട്. മുന്നിലേക്ക് ഇനി മുതൽ സ്റ്റാർട്ടാക്കിയിടണം. ഇനി മുതലായിരുന്നാൽ മഴ പെയ്താൽ വണ്ടി സ്റ്റാർട്ടാക്കിയിടണം. അല്ലാതെ ഇറങ്ങി തള്ളാൻ വേണ്ടി വരില്ല മഴ ഉണ്ടാകും. ചെങ്ങന്മാർ 4:30 ആവാനായി. 4:30 ആയി ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ ഈ ഒരു ട്രിപ്പ് പോണപ്പോൾ 4:20 4:30 ഒരു 40 റുപ്യ, ഒരു 50 റുപ്യൻ്റെ ട്രിപ്പാണ് പോണത്. ഒരു 50 റുപ്യ ലോക്കലാണ് കിട്ടിയത്. എന്ത് ചെയ്യാൻ? അതെന്താ വെച്ചാല് നമുക്കൊരു ലക്കി കിട്ടണില്ലല്ലോടാ. എന്തൊക്കെ ചെയ്യാൻ? ഒരാരും പോരുണ്ടോകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടീച്ചർമാരല്ല, നമ്മളവിടെ നിന്ന് കണ്ട ആളുകളെ. അപ്പൊ അവര് ടീച്ചർമാരാണ്.
ടീച്ചർമാരല്ല, നല്ല ടീച്ചർമാരാണ് കേട്ടോ. അപ്പൊ അവര് ഒരു 3 പേരുണ്ടായിരുന്നു. അവര് 3 പേരെ അങ്ങാടിയിലേക്ക് വീണ്ടും കിട്ടി. അങ്ങനെ ഒരു 30 കൂടി കിട്ടിയപ്പോ ആ ഒരു ട്രിപ്പ് 80 രൂപയുടെ ട്രിപ്പായിട്ട് മാറി കേട്ടോ. ഇന്നലെ ചെയ്തതുപോലെ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ കവറും പിടിച്ചിട്ടുണ്ടോന്നൊക്കെ നോക്കി നോക്ക. ആരും കാണാനില്ലടേ. നമ്മളെ നാട്ടുപേരോ ആരിലൊക്കെ കിട്ടിയാ മതി. വണ്ടിയാണോ? വേണ്ടേ? ഓർക്ക് വണ്ടിയില്ല, ഓർക്ക് കാറില്ല. കാറുകാരെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. വണ്ടി ഉണ്ടേ സ്വന്തമായിട്ട് കാറുള്ളത്. ബാക്കിലാരൊക്കെ? അഭിത്താട്ടനുണ്ട്, ആര്യണ്ട്. അതായത് ഞങ്ങളെ ഇവിടത്തെ വേടന്ന് കാണട്ടെ. വേട ശരിക്കും മുന്നിക്ക് വന്ന് ആകണേ. ഇതെന്റെ കടലമ്മ ഒന്ന് പാടിക്ക. വേടന് കുറവായി. എവിടക്കങ്ങളൊക്കെ മഞ്ഞുള്ളുണ്ടോ? ഇപ്പൊ മഞ്ഞുണ്ടോ? തൊപ്പിട്ടിട്ടില്ലെങ്കിൽ മഞ്ഞുണ്ടല്ലേ? തൊപ്പിട്ട തലയിൽ കൂടെ മഞ്ഞില്ല അല്ലേ? അതില് പറയണ കേൾക്കണ്ട്. എന്നെ ഇത് പറയണത് കേൾക്കണുണ്ട്. ഇതിൽ ഇങ്ങനെ കേൾക്കും. നമ്മളിനി വീഡിയോ കട്ടൻ ചായ റെഡി. ചായ കുടിച്ചോ? ആറാറൂട്ടോ. ഇന്ന് സ്കൂളിൽ നിന്ന് എന്താ പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഇങ്ങോട്ട് എന്നാലും എന്നെ കാണുള്ളൂ കേട്ടോ. ഇന്നെന്താ പഠിപ്പിച്ചന്ന്? എന്താ പഠിപ്പിച്ചന്നത്? വല്ലാത്ത ജാതി. അപ്പൊ ഇതാ പഠിപ്പിച്ചല്ലേ? അയ്യോ പഠിച്ചിട്ടോ. ഞാൻ പോവാട്ടോ. എന്നാ അവിടെ ഇറങ്ങിക്കോ. സമയത്തെ കുറിച്ച് പറയുവാണെങ്കിൽ 6:15 നേരമായി. അതായത് ഇന്നത്തെ ദിവസം ഏതാണ്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗത്തൊക്കെ നോക്കി നിങ്ങൾ നല്ല ഗ്രാമീണ ഭംഗിയാണ്. പച്ചപ്പ് നെല്ലൊക്കെ കൊയ്തിട്ടേ ഇപ്പൊ മഴ പെയ്ത് കിളിർത്ത് പൊന്തിയ പച്ചയാണ് അതൊക്കെ. ചായക്കില്ലേ? എന്നാ പോവാ ചന്ദ്രേട്ടാ. ഞാൻ ചന്ദ്രന് ചായക്ക് പോകണം. ചന്തയിൽ വല്ല ലാഭമുണ്ടോ? പച്ചക്കറിക്ക് എടുത്തേക്കണ്. പച്ചക്കറിക്ക് ഒരു ലാഭമല്ല അല്ലേ? കീസ് ഉണ്ടാലും അറിഞ്ഞൂടെ? കീസൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? എന്തേലും വേറെ പ്രത്യേകിച്ച് എന്തേലും ഉണ്ടോ അവിടെ? എവിടേക്ക് പോയിന്ന്? അതെ ആയിക്കോട്ടെ. അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഞങ്ങളെ ചന്ത കേട്ടോ. ഞങ്ങളെ ചന്ത ചെറിയ ചന്ത. ഓ നല്ല തിരക്കുണ്ടല്ലോ ചന്തയിൽ. ചന്തയിൽ ആളുണ്ട് കേട്ടോ അത്യാവശ്യം. ഓ മൈ ഗോഡ്. എല്ലാ വ്യാഴാഴ്ച ഞങ്ങളുടെ കളികാവ് റോട്ടിൽ നടക്കുന്ന ചന്തയാണ് ചന്ത. 2 ചായ തരുമോ? 2 ചായ തരുമോ? വേണ്ട. എന്താ കടി? ഓന് പുതിയ സ്റ്റാഫാ? നമ്മളെന്താ സമൂസ കേട്ടോ. ഞങ്ങളെ വില്ലാജിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടുള്ള ഒരു കടയാണ് നമ്മളുടെ ഈവനിങ് സ്നാക്ക്. കടി പരിചയപ്പെടുന്നത് പൊക്കവട, പഴംപൊരി. ഇതെന്താ? പോക്കറ്റ് ഷവർമ, കിഴങ്ങ് പൊരി, കേസരി, ചിക്കൻ റോള്, നെയ്യപ്പം. ഇതെന്താ? മുട്ട ബജി. അതല്ലേ? അത് മുട്ട ബജി അല്ലേ? ഇത് സമൂസ, കട്ട്ലേറ്റ്, കായ ബജി, മുളക് ബജി. പോരെ? തൃപ്പതി ആയി. നിങ്ങൾക്ക് തൃപ്പതി ആയില്ലേ? ഏതെടുത്താലും 20 റുപ്യ ഉള്ളൂ ചന്ദ്രേട്ടാ. കുട്ടിക്ക് പറ്റി ഞങ്ങളുടെ ചന്ത. ഇവിടെ എവിടുന്നോ മാന്തി പാൻ്റ് എടുത്തേ. ആ പാൻ്റാണെന്ന് തോന്നുന്നു. ഇവിടെ ബോർഡൊന്നും ഇല്ലല്ലോ. 150 റുപ്യൻ്റെ പാൻറ്. പച്ചക്കറിക്കാണ് ഈ കണ്ട തിരക്കൊക്കെ. കംപ്ലീറ്റ് പച്ചക്കറികൾ.
അതൊക്കെ പാൻറ്റൊക്കെ എത്ര പാൻറ്റ് ആ പാൻറ്റ് 300 രണ്ടെണ്ണം 300 150 അതെ ഞാൻ പറഞ്ഞു ഞാനൊക്കെ ട്രിപ്പ് ഉണ്ട് ഞാൻ പോകട്ടോ എനിക്ക് ട്രിപ്പ് ഉണ്ട് ഞാൻ ഇവിടെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ 2 പാൻറ്റ് വാങ്ങി ഇവിടെ ആരാ തക്കാളി കച്ചവടം ചെയ്യുന്നത് 4 കിലോ 100 നമ്മളത് ആയിക്കോട്ടെ നന്നായി അത് നീ ആ കൊടുക്കി ഡ്രൈവർമാരൊക്കെ ഇവിടെ കച്ചവടം ചെയ്തോണ്ടിരിക്കും ഏതായാലും ചന്തയിൽ നിന്ന് പുറത്തേക്ക് നിങ്ങളില്ലല്ലോ ഇപ്പോൾ ഞാൻ പോവാന്നാ ഞാൻ 150 പാൻറ്റ് എടുത്തു അത് മാത്രമേ എടുത്തു ഏതായാലും വണ്ടി ഇപ്പോൾ സ്റ്റെക്കായി കിടക്കണം ഞാൻ ഇപ്പോൾ ലോക്കൽ എടുത്തിട്ടാണ് ഞാൻ വരുന്നത് വണ്ടി സ്റ്റെക്കായി കിടക്കണം അപ്പോൾ ഞാൻ കാക്കി ഷേപ്പ് ആക്കണം അതുപോലെ തന്നെ ആ ഒരു പാൻറ്റുകളൊന്ന് ഷേപ്പ് ആക്കണം അതൊന്ന് ടയർ ഷോപ്പിൽ പോയി വരട്ടെ ഇതിനൊക്കെ സമയം ചിലവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ അച്ചീവ്മെൻറ്റ് നേടുന്ന അറിയില്ല പക്ഷേ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ പോകണ്ടേ അപ്പോൾ പോയി വരട്ടെ എന്താ അവസ്ഥ ഇന്നത്തെ ബാലേട്ടാ എത്ര 500 അതാണ് മൊത്തത്തിൽ എല്ലാവരും അവസ്ഥ കേട്ടോ ഒരു ഇന്ത്യയോ ബാലേട്ടൻ്റെയോ മാത്രമല്ല എല്ലാവരുടെയും അവസ്ഥയാണ് അല്ല 500 രൂപ എത്ര മണിക്ക് നിങ്ങൾ 8 മണിക്ക് എത്തിയെന്നല്ല എന്നോട് 7:45 ഞാൻ 8:15 ഇപ്പോൾ സമയം 7:35 നേരത്തോട് നേരാകാനായി എന്താ ഇപ്പം ചെയ്യാം ഇപ്പോൾ പോവല്ലാതെ രക്ഷയില്ല അങ്ങാടിയൊക്കെ ലൈറ്റ് ഇട്ട് ആകെ തിരക്ക് വണ്ടി തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും അങ്ങോട്ട് ഇല്ലേ സെറ്റ് ആവണില്ല അത്രേ ഉള്ളൂ തളരൂല രാമൻകുട്ടി നാളെ ഞങ്ങൾ ഈ പണി തന്നെ എടുക്കും ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് തന്നെ വരിക അങ്ങാടി നാളെ കിട്ടും ഇന്ന് പോയാൽ നാളെ കിട്ടും എന്തേ 2 ട്രിപ്പ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ് അവരിന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ഫുഡ് കുറച്ച് നെയ്ച്ചോറും ചിക്കൻ ചില്ലിയും ഒക്കെ വാങ്ങാൻ അപ്പോൾ അതൊക്കെ വാങ്ങി സെറ്റാണ് ഇത് അവർക്കും സൗകര്യമാണ് ഇപ്പോൾ എനിക്കൊരു 200 രൂപ കിട്ടുന്നത് മാത്രമല്ല അവർക്ക് എന്ത് സൗകര്യം അവരൊക്കെ ഇവിടെ നിന്നാൽ മതി ബസ് അറിയും അവരിവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് അവരെ കൊണ്ട് പോവാം ഞാനിപ്പോൾ കൂരാട്ടക്ക് പോയില്ലേ അതിൻ്റെ മുന്നേ തന്നെ ഈ 3 വണ്ടികളോടെ ഉണ്ട് ആരും ഉടുക്കും പോയിട്ടില്ല എന്ന് പറഞ്ഞു റൗണ്ട് പോയിട്ടില്ല ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ സമയം 9 മണിയായി എനിക്ക് ഒരു 30 റുപ്യൻ്റെ കമ്മിയുണ്ട് 1000 റുപ്യക്ക് അതാക്കാൻ പറ്റും നോക്കാൻ വേണ്ടിയിട്ട് കിട്ടണം ഇല്ലെന്നാണ് ഞാനിത് പച്ചക്കറിയൊക്കെ വാങ്ങി ഫുൾ ലോഡാണ് കേട്ടോ സാധനമൊക്കെ വാങ്ങിയിട്ട് സെറ്റാക്കി കിട്ടും ഒരു 30 റുപ്യ കിട്ടിക്കണമെങ്കിൽ 20 കിട്ടിയടാ സുലൈമാൻ കിട്ടി അല്ല കിട്ടിക്കോട്ടെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടില്ലേലും നമ്മളിനി ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തിട്ട് പോകും ഇങ്ങോട്ട് പോകും ധനേശേട്ടൻ ഞങ്ങളെ പപ്പടക്കാരനാണ് കേട്ടോ ആളൊന്നുമില്ല ഇതിലൊന്നും അപ്പോൾ അതാണ് ധനേശേട്ടൻ്റെ വണ്ടി ധനേശേട്ടാ തരി ഗജനാവുന്ന പപ്പടം എടുത്താണ് ഒന്നിന് എത്ര 30 റുപ്യ 30 റുപ്യ അല്ലേ 20 3 വാങ്ങുമ്പോൾ 50 റുപ്യ ഒന്നാ മതി കേട്ടോ പപ്പടം വേണോ പപ്പടം ചീരൊക്കെ തിന്ന ചീരക്ക് പപ്പടം കൂട്ടി കൊച്ച എന്തായിക്കാരം എൻ്റെ രസം നിങ്ങൾ അവിടുന്ന് പപ്പടം വാങ്ങില്ല ധനേശേട്ടന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് പപ്പടം 20 രൂപ എവിടെ ഫോൺ നമ്പർ ഉണ്ടോ ധനേശേട്ടത്തിൽ അപ്പം അങ്ങനെയൊക്കെയാണ് ധനേശേട്ടൻ്റെ പപ്പടത്തിൻ്റെ കാര്യം ധനേശേട്ടൻ വീട്ടിൽ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ പപ്പടമാണത് ശുദ്ധമായ പപ്പടം പൈസ ആണല്ലോ ഇതിന് ഇതൊന്നൊരു 20 റുപ്യ എടുത്ത് കൊടുത്താണ് അതൊന്നൊരു 20 റുപ്യ എടുത്താണ് വെല്ല നൈസായിട്ട് പരസ്യമൊക്കെ ചെയ്താലേ അയാണ്ട് 10 രൂപ എടുത്തോളി അതെ വാണ്ടി എടുത്തോളി ഒരു പ്രശ്നമല്ല എടുക്കോ അതെ എത്ര രൂപ കൂടിയെന്ന് വളരെ മോശം എന്നാലും പറയാൻ പറ്റുമോ 450 കോടി അതൊക്കെയാണ് തോട്ടത്തിൻ്റെ അവസ്ഥ കേട്ടോ കേട്ടോളി 2 പാൻറ്റ് വാങ്ങിയതാ അയ്യോ ചാടി ഈ സാധനം ചാടി ഒരു ആരും ഇറങ്ങിട്ടോ ഇന്നത്തെ നമ്മുടെ തോട്ടം എന്ന് പറയുന്നത് 930 രൂപയാണ് അപ്പോൾ ഇന്ന് സ്റ്റാൻഡിൽ മൊത്തത്തിലുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു മാക്സിമം 700 രൂപ ആ റേഞ്ചിൽ കൂടിയിട്ടുള്ളത് എണ്ണമയ ഉണ്ടല്ലോ മൊത്തമായിട്ട് ക്ഷീണിച്ചു ആ റേഞ്ച് ആ ഒരു സ്ഥിതിക്ക് നമ്മളിന്ന് 930 എന്നൊക്കെ പറയാൻ നമ്മളുടെ ആ ഒരു പോയിൻ്റ് വെച്ചില്ല കളി കളിച്ചുകൊണ്ടാണ് നോക്കിയിട്ട് കാര്യമില്ല ഏതായാലും ഇവിടെ ഇരിക്കാം അതിൽ ഉറങ്ങി നല്ല ഉറക്കണം ഉറങ്ങിക്കോട്ടെ അമ്മ അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ചെറിയൊരു പേടി അപ്പോൾ 9:10 അവിടെ പോകുന്നു ഓക്കെ
എന്നാൽ പിന്നെ ഇനി എന്താ പരിപാടി? ചോറുന്ന ആദ്യം കുളിക്കുക, കുളിച്ച് കഴിഞ്ഞിട്ട് ചോറുന്ന, എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് കിടക്കുക, ഉറങ്ങുക, രാവിലെ നീക്കുക, സ്റ്റാൻഡിൽ പോവുക. അവനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വേണ്ടി നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.